ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന അത്ലറ്റിക്കോ ബിൽബാവോ വിസസ് റയൽ മഡ്രിഡ് മത്സരത്തെ കുറിച്ചാണ്. അത്ലറ്റിക്കോ ബിൽബാവോയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ റയൽ മഡ്രിഡ് 3-0 വിജയിക്കുകയാണ്. സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയിട്ട് കളി തുടങ്ങുമ്പോൾ തന്നെ അത്ലറ്റിക്കോ ബിൽബാവോയുടെ ഹോം ഗ്രൗണ്ട് മൊത്തം അവരുടെ ആ ജേഴ്സിയുടെ ആ ഒരു മൊസൈക്ക് സ്റ്റേഡിയം മൊത്തം ഒരു ഡിസൈനായിട്ട്, അതേപോലെ അവിടുത്തെ കാണികളുടെ ആ ഒരു സൗണ്ടും എല്ലാം കൂടി ഒരു ഹോം അഡ്വാൻറ്റേജിന് ഫുള്ളായിട്ട് അത്ലറ്റിക്കോ ബിൽബാവിന് ഉണ്ടാക്കി കൊടുത്ത ഒരു കളിയാണ്. പക്ഷേ അത്ലറ്റിക്കോ ബിൽബാവ് ഗ്രൗണ്ടിൽ ആ സംഭവം അവരുടെ കാണികൾക്ക് അതിനുള്ള തിരിച്ചുള്ള ആ ഒരു ഇത് കൊടുക്കലുണ്ടല്ലോ, അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ. അതിന് മെയിനായിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റയലിന്റെ ഗോൾ കീപ്പർ കോർട്ടോ തന്നെയാണ്. ചങ്ങായുടെ കിടിലൻ 3-4 സേവുകൾ ഉണ്ടായിരുന്നു. ഉറച്ച ഗോളുകൾ എന്ന് വിചാരിക്കുന്ന 3-4 സേവുകൾ. അതേപോലെ തന്നെ അത്ലറ്റിക്കോ ബിൽബാവോടെ സിമിയോണും അത്ര നിസ്സാരക്കാരനല്ല. 3 ഗോൾ ശരിയാണ്, പക്ഷേ ആളും ഒരു 3-4 സേവുകൾ കിട്ടില്ല നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ലറ്റിക്കോ ബിൽബാവോ ചുരുങ്ങിയത് ഒരു 6 ഗോളിനെങ്കിലും റയലിനോട് തോൽക്കേണ്ടതാണ്. കളി തുടങ്ങി 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എംബാപ്പയ്ക്കും വിനീഷ്യസിനും 2 കിടിലൻ ചാൻസുകൾ ഉണ്ട്. രണ്ടും ഒന്ന് ഗോൾ കീപ്പറും മറികടന്ന് ബോൾ പോയതായിരുന്നു. അത് അത്ലറ്റിക്കോ ബിൽബാവോയുടെ ഡിഫൻസ് ആണ് അത് സേവ് ചെയ്യുന്നത്. രണ്ടാമത്തെ വിനീഷ്യസിന് ഇടുന്ന ഒരു കൗണ്ടർ, അത് സിമിയോണ് അടിപൊളിയായിട്ട് സേവ് ചെയ്തു, അകറ്റാണ്. പക്ഷേ അവർക്ക് ആ സന്തോഷം കുറച്ച് നേരം കിട്ടിയുള്ളൂ. 7-ാം മിനിറ്റിൽ എംബാപ്പയുടെ കിടിലനൊരു ഗോൾ, അതും നമ്മുടെ അർണോൾഡ് അലക്സാണ്ടർ കുറെ കാലത്തേക്ക് റയൽ മഡ്രിഡിൽ വന്ന ശേഷം വലിയ ഫോമിലൊന്നല്ല ചങ്ങായി. പക്ഷെ ഇന്നത്തെ ആ 2 അസിസ്റ്റുകൾ, ഫസ്റ്റ് അസിസ്റ്റ് കൊടുത്തത് ഡിഫൻസിന്റെ ഒരു ചെറിയൊരു പിഴവുണ്ട്. ആ അലക്സാണ്ടർ അവിടെ നിന്ന് നീട്ടി കൊടുത്തൊരു ബോള് ആ ഒരു ഡിഫൻസ് ചെയ്യാൻ പറ്റാതെ എംബാപ്പയുടെ കാലിൽ കിട്ടും. എംബാപ്പ അതുകൊണ്ടൊരു പോക്ക് പോകുന്നുണ്ട്. 2 ഡിഫൻഡർമാരെയും കബളിപ്പിച്ചിട്ടൊരു ഷോട്ട്, ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനുള്ള ചാൻസ് ഇല്ല, കിടിലൻ ഗോള് അടിക്കുകയാണ്. അപ്പോൾ ഇന്ന് 2 ഗോളും ഒരു അസിസ്റ്റായിട്ട് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് എംബാപ്പെ. ചെങ്ങായി എന്താ ഈ സീസണിൽ കാണിച്ചു കൂട്ടുന്നത്? എത്ര ഗോളുകളാണ് അടിച്ചിരിക്കുന്നത് ചെങ്ങായിക്ക്. ഈ സീസണിലെങ്കിലും തീർച്ചയായിട്ടും ഈ സീസണിലെങ്കിലും ഒരു ബാലൻഡിയർ എടുക്കണം എന്നുള്ള വാശിക്കാണ് തോന്നി ഇങ്ങനെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ടീമിനെതിരെ. ആള് PSG നിന്ന് വന്ന ശേഷം PSG ചാമ്പ്യൻസ് ലീഗ് കിട്ടി. PSG കളിച്ചുകൊണ്ടിരുന്ന ഡെംബലയ്ക്ക് ഇന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചങ്ങായ എന്ന ആ ഒരു വാലണ്ടിയർ അടിക്കേണ്ടത്. പക്ഷേ ആള് വാലണ്ടിയർ അടിക്കാൻ വേണ്ടി റയലിൽ വന്നതാ. റയലിൽ വന്ന സമയത്ത് റയൽ 0 കപ്പ് എന്ന സീസണിൽ 0 കപ്പ് കൊണ്ടാണ് മടങ്ങിയത് കഴിഞ്ഞ സീസണിൽ. അതും ഭയങ്കര ദുരന്തമായിരുന്നു. പക്ഷെ ഈ സീസണിൽ സാവിയുടെ കീഴിൽ കളി എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു, റയൽ മഡ്രിഡിന്റെ ഒരു കളിയും കാര്യങ്ങളൊക്കെ. പക്ഷേ സാവിയും പ്ലേയേഴ്സും തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഇത്രയും ദിവസമായിട്ടില്ല. അവസാനത്തെ 3 ലാലീഗ് മത്സരങ്ങളിൽ സമനിലയാണ്. 1 പോയിന്റ് വെച്ചിട്ടാണ് ഓരോ കളിയിലും നേടിയിട്ടുള്ളത്. ബാഴ്സലോണയെക്കാളും മുൻപിലായിരുന്ന ഇപ്പോൾ ബാഴ്സലോണയെക്കാളും 1 പോയിന്റ് പുറകിലാണ്. പക്ഷേ ബാഴ്സലോണയുടെ പുറകിൽ തന്നെ ഉണ്ട് റയൽ മഡ്രിഡ്. ഒറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ ലാ ലീഗ് ടേബിൾ നിൽക്കുന്നത്. കടുത്ത പോരാട്ടം തന്നെയാണ് 4 സ്ഥാനക്കാരും തമ്മിൽ. അപ്പോൾ ഇന്നലെ അത്ലറ്റിക്കോ മഡ്രിഡിനെതിരെയുള്ള വിജയത്തോടുകൂടി ബാഴ്സലോണ 1 പോയിന്റ് ലീഡ് നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ കളിയുടെ എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം എന്ന് പറയില്ല, എല്ലാ നിലയിലും എല്ലാ പ്ലേയേഴ്സും. ഡിഫൻസ് ആയിക്കോട്ടെ, കഴിഞ്ഞ കളിയിൽ റയൽ മഡ്രിഡിന്റെ കളി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വാൽവേർഡിയും അതേപോലെ കളിച്ച മിക്ക പ്ലേയേഴ്സും, എംബാപ്പെ കുറച്ച് കളിച്ചൊന്നുമില്ലാതെ ബാക്കി വിനീഷ്യസിന്റെ ഭാഗത്തായിക്കോട്ടെ ഡിഫൻസിലായിക്കോട്ടെ എല്ലാവരുടെയും ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു. ഒരു ജയിക്കണം എന്നുള്ള ഒരു ഇതില്ലാത്ത പോലെയുള്ള കളി. അതെന്താ പറഞ്ഞാൽ ഈ കോച്ചും അവിടുത്തെ പ്ലേയേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ടീം മുന്നോട്ട് പോലും ഭയങ്കര പ്രശ്നമാണ്. ഈ സീസണിൽ മുന്നോട്ട് പോയി 1-2 കപ്പൊക്കെ അടിക്കുകയാണെന്ന് പറഞ്ഞാൽ സാവിക്ക് ഇവിടെ തന്നെ തുടരാം. പോകുന്നത് റോഡ്രിഗോയും വിനീഷ്യസ് ജൂനിയറും. അതല്ല, വിനീഷ്യസ് ജൂനിയറും അതേപോലെ റോഡ്രിയൊക്കെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ടീമിന് വിജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ട്രോഫികളൊന്നും എടുക്കാൻ പറ്റില്ല, സാവി ഈ സീസണോടുകൂടി സാക്ക് ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുള്ള സിദാനും അതേപോലെ തന്നെ അഞ്ചലോട്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു ടീമിനും ആ ഒരു പ്ലേ മേക്കിംഗ് നടത്തിയിട്ടുണ്ട്. അവർ ആ പ്ലേയേഴ്സ് ആയിട്ടുള്ളൊരു വർക്കൗട്ട്, മാൻമെയ്ഡ്, അതൊരു വർക്കൗട്ട് അവരിൽ നടന്നിട്ടുണ്ട്. ആ പ്ലേയേഴ്സുമായിട്ടുള്ളൊരു അവരുടെ ഇൻറ്റിമസിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും നമുക്ക്. അതേപോലെ അവരുടെ ഒരു ശൈലി, ആ ശൈലിയൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ സാവി കളത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്ലെയറും ഇവിടെ വലിയവനില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സാവി എടുത്തത്. ചെറിയ ടീം തന്നെ നമ്മൾക്കത് കൊണ്ടുവരുമ്പോൾ അത് നടക്കും. പക്ഷേ റയൽ മഡ്രിഡിനെ പോലുള്ളൊരു വലിയ ടീമിനെ കോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് അല്ലെങ്കിൽ കിരീടങ്ങളൊക്കെ വാരി കൂട്ടണം. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു പോക്ക് പോവുകയാണെങ്കിൽ റയൽ മഡ്രിഡ് ഈ സീസണിൽ ഏതെങ്കിലും ഒരു ട്രോഫിയിൽ ഒതുങ്ങും. അതിൽ കൂടുതലൊന്നും നേടാൻ പറ്റും തോന്നുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റയൽ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ഒരു ഗ്രൗണ്ടിൽ നിർത്തി. ഇന്നത്തെ കളി അത്യാവശ്യം
മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് എല്ലാ പ്ലേയേഴ്സും നോക്കുകയാണെങ്കിൽ. കോർട്ടോയുടെ സേവുകൾ തന്നെ എനിക്ക് അതിൽ പറയാനുണ്ട്. ഈ സീസണിൽ കോർട്ടോ നടത്തുന്ന ആ ഒരു റയൽ മാഡ്രിഡിന് വേണ്ടി കോർട്ടോ നടത്തുന്നത്, ഒരു സൈഡിൽ കോർട്ടോ നടത്തുമ്പോൾ ഒരു സൈഡിൽ എംബാപ്പെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കുറെ കളികളിൽ റയൽ ജയിക്കുന്നത്, സമനിലയൊക്കെ നേടുന്നത്. അവസാന മത്സരത്തിൽ റയൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു. 25-ാം മിനിറ്റിൽ ഒരു ബിഗ് ചാൻസ് ഗോർക്ക, എന്താ പറയാ, അത് അടിച്ച് പോയത് കോർട്ടോയുടെ കയ്യിലായി പോയി. കോർട്ടോ എമ്മാതിരി സേവ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ 29-ാം മിനിറ്റിൽ ഒരു അടിപൊളി സാധനം, നിക്കോ വില്യംസിന്റെ ഒരു ബാക്ക് ഹീലുകൊണ്ടുള്ള ഒരു പാസ് ഉണ്ട്. അത് മിസ്സാക്കിയത് റൂയിസ് ആണ്. റൂയിസ് മിസ്സാക്കാന്ന് പറഞ്ഞാൽ ആളിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അടിച്ചു കയറ്റാൻ നോക്കണം. പക്ഷെ കോർട്ടോയുടെ കൈ വിരലിന്റെ തുമ്പുകൾ തട്ടിയിട്ടേക്കാണ് തെറിക്കുന്നത്. എമ്മാതിരി സേവുകളാണ്, 2 സേവുകൾ തന്നെ കിട്ടില്ല സേവുകളാണ്. അതിനുശേഷം 32-ാം മിനിറ്റിൽ വിനിക്കൊരു കിട്ടില്ല ചാൻസ് ഇട്ട് ബോക്സിൽ വെച്ചിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. അത് ഗോൾ കീപ്പർ സിമയോണ് എന്തായാലും ഒരു കളിയിൽ ഒരു മിസ്റ്റേക്ക് എന്തായാലും കാണിക്കാതിരിക്കില്ല. അത് ഗോൾ പൊസിഷൻ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബോളിയുടെ പൊസിഷനിങ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറിയ അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. അതേപോലെ ഒരു അബദ്ധം കാണിക്കാൻ നോക്കിയാണ്. പക്ഷെ ഭാഗ്യം കൊണ്ട് വിനീഷ്യർ കോസ് കൊടുത്തത് കുറച്ച് ബോക്സിൽ തട്ടി തെറിച്ചു പോയി. അവിടെ എംബാപ്പ ഫ്രീ ആണ്. എംബാപ്പ ആ സമയത്ത് അടിക്കണം. എംബാപ്പയ്ക്ക് ഇന്നും ഒരു ഹാട്രിക് തൂക്കാമായിരുന്നു. കിടിലൊരു അവസരമായിരുന്നു കിട്ടിയത്, പക്ഷെ അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത 37-ാം മിനിറ്റിൽ കോർട്ടോയുടെ അതിഗംഭീരമായ ഒരു സേവ് ഉണ്ടായിരുന്നു. 41-ാം മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. ഒരു ടീം ഗോൾ എന്ന് തന്നെ പറയാം. ബെല്ലിഹാമിന്റെ ഒരു പാസ് വാൽവേർഡി പെനാൽറ്റി ബോക്സിൽ നിന്ന് ലീവിയാണ്. ആ ബോൾ എടുക്കുന്ന ആയിക്കോട്ടെ അലക്സാണ്ടർ ആർണോൾഡ്. ഈ ചങ്ങായി ക്രോസ് കൊടുക്കുന്ന ആ ക്രോസ് നേരെ ചെലുത്തുന്നത് എംബാപ്പയുടെ തലയിലാണ്. എംബാപ്പ എടുത്ത് പെനാൽറ്റി ബോക്സിലേക്ക് കൊടുക്കുന്ന സമയത്ത് കാമവിംഗ എന്ന ചങ്ങായി അവിടെ ആരാലും മാർക്കാതെ സിമ്പിളായിട്ട് നമ്മൾ പ്രാക്ടീസിലൊക്കെ അടിക്കുന്ന പോലെ ഒരു ഹെഡർ ശുഭം. അങ്ങനെ രണ്ടാമത്തെ ഗോൾ അടിച്ച് റയൽ മാഡ്രിഡ്, അതും എംബാപ്പയുടെ അസിസ്റ്റ്. അതിനുശേഷം കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ 47-ാം മിനിറ്റിൽ മിക്കാലിന് ഒരു കിടിലൻ ചാൻസ്. എന്താ പറഞ്ഞാൽ ആ ഒരു ഷോട്ട് എങ്ങനെ തടുത്തു എന്ന് എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. എമ്മാതിരി ഒരു ഷോട്ടാ ചങ്ങായി അടിച്ചത്. അതൊക്കെ ഗോളാവാതിരുന്നത് എന്തുകൊണ്ടാന്ന് ആ കോർട്ടുകാരനോട് ചോദിക്കണം. അത്ര സുന്ദരമായിട്ടാണ് ആ സേവ് ചെയ്ത്. അതിനുശേഷം 59-ാം മിനിറ്റിൽ എംബാപ്പെ കാണിച്ചു കൊടുത്തു ഇങ്ങനെ അടിക്കണം എന്നുള്ളത്. അതേപോലത്തെ ഒരു സാധനം എടുത്ത് ഗോളാക്കി. അങ്ങനെ 3-0. അതിനുശേഷം 81-ാം മിനിറ്റിൽ വാൽവേർഡിയുടെ ഒരു കിടിലം ബോളി ഉണ്ടായിരുന്നു. ചങ്ങായിക്ക് ഒരു കളിയിൽ ഒരു ബോളി എങ്കിലും അടിക്കാതിരുന്നാൽ ഉറക്കം വരില്ലെന്ന്. പക്ഷെ കഴിഞ്ഞ കളിയിൽ എനിക്ക് ഭയങ്കര നിരാശാജനകമായ ഒരു പ്രകടനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു വാൽവേർഡിയുടെ ഭാഗത്തുനിന്ന്. ക്യാപ്റ്റനായിട്ട് ആ ഒരു ബാൻഡ് കെട്ടിയിട്ട് ആൾ അത്യാവശ്യം ഫുൾ ഹാൻഡ് എടുക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കളി 2-3 കളിയായിട്ട് ആളുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല, അതേപോലെ ഇന്നത്തെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇന്ന് വിങ്ങർ റോളിലാണ് കളിച്ചിട്ടുള്ള ആള്. ലാലിഗില് 15 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെങ്ങായി 16 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 4 പെനാൽറ്റി ആണെന്നൊക്കെ ശരിയാണ്. പക്ഷെ 12 ഗോളുകൾ അപ്പോഴും അടിച്ചിട്ടുണ്ട് ഡയറക്റ്റ്. അപ്പോൾ ഈ സീസണിൽ മിക്കവാറും ഗോൾഡൻ ബൂട്ടും കൊണ്ടേ ഈ ചെങ്ങായി പോകുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ 16 ഗോളുകളായി. 15 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. 15 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബാഴ്സലോണ 12 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 37 പോയിന്റുമായിട്ട് ബാഴ്സലോണ 1-ാം സ്ഥാനത്താണ്. അപ്പോൾ റയൽ മാഡ്രിഡ് തൊട്ട് പുറത്തുണ്ട്. 15 മത്സരങ്ങളിൽ നിന്ന് 11 വിജയവും 3 സമനിലയും 1 തോൽവി അടക്കം 36 പോയിന്റുമായിട്ട് 2-ാം സ്ഥാനത്തുണ്ട്. 3-ാം സ്ഥാനത്തുള്ള വില്യാരിൽ 14 മത്സരങ്ങളിൽ നിന്ന് 10 വിജയവും 2 സമനിലയും 2 തോൽവി അടക്കം 32 പോയിന്റുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വില്യാരിൽ ജയിച്ചാലും 35 ആവുള്ളൂ. അപ്പോഴും ടൈറ്റ് ആണ്. 37, 36, 35. അത്ലറ്റിക്കോ മാഡ്രിഡ് 31 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്തുള്ളത്. പാറ്റീസിന്റെ എസ്പാനോളൊക്കെ താഴെയുണ്ട്. പക്ഷേ ഈ 4 ടീമുകളും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ കടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ലീഗ എവിടെ എത്തിയില്ല, പകുതി മത്സരങ്ങളായിട്ടുണ്ട്. ഇനിയും പകുതിയിൽ കൂടുതൽ മത്സരങ്ങളുണ്ട്. അപ്പോൾ പകുതി കൂടുതൽ മത്സരങ്ങൾ കഴിയുമ്പോൾ റയൽ മാഡ്രിഡ് ആയിരിക്കോ അതോ ബാഴ്സലോണ ആയിരിക്കോ അതോ വില്യാരൽ എല്ലാവരും നെട്ടിച്ചുകൊണ്ട് ഈ സീസണിൽ ലാലിഗ കിരീടം നേടുന്നത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇന്നത്തെ സ്റ്റാറ്റസിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ അത്ലറ്റിക്കോ ബിൽബാവോ 7 ഷോട്ടുകളാണ് എടുത്തുള്ളത്. അതിൽ 4 ഓൺ ടാർഗറ്റിലേക്കാണ്. റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ 10 ഷോട്ടുകൾ എടുത്തതിൽ 8 ഓൺ ടാർഗറ്റിലേക്കുള്ള ഒരു ഹാപ്പി ന്യൂസാണ് റയൽ മാഡ്രിഡ് ഫാൻസിനുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഇത്ര കളികളിലൊക്കെ 15 ഷോട്ട് അടിച്ച് കഴിഞ്ഞാൽ 3-4 ഓൺ ടാർഗറ്റിലേക്കുള്ളൂ. 10 ഷോട്ടുകളിൽ നിന്ന് 8 ഓൺ ടാർഗറ്റിലേക്ക് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 3 ഗോളും ആക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ആ സിമിയോണിന്റെ സേവുകളുടെ മുന്നിലാണ് അല്ലെങ്കിൽ ഇന്ന് ചുരുങ്ങിയ 6 ഗോളെങ്കിലും അടിച്ച് റയൽ മാഡ്രിഡ് ജയിക്കേണ്ടതാണ്. പാസിംഗ് പൊസിഷൻ ആണെങ്കിൽ 42% അത്ലറ്റിക്കോ ബിൽബാവയ്ക്കുള്ളൂ. റയൽ മാഡ്രിഡിന് 58% പൊസിഷൻ ഉണ്ടായിരുന്നു. 341 പാസുകൾ അത്ലറ്റിക്കോ ബിൽബാവോ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 543 പാസുകളാണ് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തത്. പാസിംഗ് അക്യൂറസി നോക്കുകയാണെങ്കിൽ 83% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 93% റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. ഫൗൾസ് 14 ഫൗൾസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ
4 ഫോൾസ് മാത്രമേ റയൽ മഡ്രിഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ യെല്ലോ കാർഡ് നോക്കുകയാണെങ്കിൽ അറ്റ്ലറ്റിക്കോ ബിൽബാവോയ്ക്ക് 2ഉം റയൽ മഡ്രിഡിന് 0 ആയിരുന്നു. ഓഫ് സൈഡ് 1-1 കോർണേഴ്സ് വിൻ ചെയ്ത് 5 കോർണേഴ്സ് അറ്റ്ലറ്റിക്കോ ബിൽബാവോ വിൻ ചെയ്തപ്പോൾ 7 കോർണേഴ്സ് റയൽ മഡ്രിഡ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോർണേഴ്സുകളുടെ കാര്യത്തിലും അതേപോലെ ഷോർട്ട് ഓൺ ടാർഗറ്റിന്റെ കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റയൽ മഡ്രിഡ് സാബിയുടെ കീഴിൽ ഇന്നും കിടിലം പെർഫോമൻസ് തന്നെയാണ്. അലക്സാണ്ടർ അർണോൾഡിന്റെ ഒക്കെ തിരിച്ചുവരവ് ഭയങ്കര ഗംഭീരമായിരുന്നു. അതേപോലെ വിനീഷ്യസിന്റെ ഒക്കെ കളി ഗംഭീരമായിരുന്നു. വിനീഷ്യസിനൊക്കെ ചുരുങ്ങിയ 2 ഗോൾ അടിക്കേണ്ട ചാൻസ് ഉണ്ട്, പക്ഷെ ആൾക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് സിമയോണിന്റെ മുന്നിൽ തന്നെയാണ്. പിന്നെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കളി കഴിയുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയറും സാബിയും കൂടി കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യുന്നൊരു സീനുണ്ട്. റയൽ മഡ്രിഡ് ഫാൻസിനൊക്കെ ശരി ചിലപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുണ്ട്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നുണ്ടെന്ന്. പക്ഷേ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് അറിയണമെങ്കിൽ നമുക്കിനി വരും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.